നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണ ആരോപണത്തിൽ വ്യാപാരിക്കെതിരെ കേസെടുത്ത വാടാനപ്പള്ളി പോലീസ്. കിറ്റ് വിതരണത്തിന് തയ്യാറാക്കിയ ഉടമയ്ക്കെതിരെയും കിറ്റിന് ഓർഡർ ചെയ്ത ആൾക്കെതിരെയുമാണ് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം കേസെടുത്തത്. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PA ഫിറോസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ കോടികൾ കൈപ്പറ്റിയതായി ഫിറോസ്. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണത്തിന് നാളെ കൊട്ടിക്കലാശം. ജില്ലയിൽ പരസ്യ പ്രചാരണം അതിരുവിടാതിരിക്കാൻ കനത്ത ജാഗ്രതയിൽ പോലീസ്. പ്രചരണം കൊഴുപ്പിക്കാൻ നേതാക്കൾ രംഗത്ത്. BJP തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കിറ്റുകൾ കണ്ടെത്തുമ്പോൾ പോലീസിനെയും ഇലക്ഷൻ കമ്മീഷനെയും അറിയിക്കുന്നത് സ്വാഭാവികമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. UDF തോളൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും പറപ്പൂരിൽ നടന്നു. AICC ജനറൽ സെക്രട്ടറി സഞ്ജയ് ദത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എറിയാട് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആനി രാജ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കുടുംബയോഗം വാടാനപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. തെലങ്കാന മന്ത്രിയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനുമായ മുഹമ്മദ് അസ്ഹറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. LDF പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പെരിഞ്ഞനം സെന്ററിൽ നടന്ന പൊതുയോഗം CPI കേന്ദ്ര കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. LDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി നടത്തി. പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ബിജു എസ് ചിറയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രഭാത സവാരി നടത്തി. കലാഭവൻ മണി പാർക്കിൽ നിന്ന് ആരംഭിച്ച പ്രഭാത നടത്തത്തിൽ LDF പ്രവർത്തകർക്ക് പുറമെ കായിക താരങ്ങളും പങ്കെടുത്തു. നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തിരുവില്ലാമലയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ദേവിയുടെ പഞ്ചലോഹ ഗോളകയുടെയും തിടമ്പിന്റെയും ഗ്രാമപ്രദക്ഷിണ ജാഥയ്ക്ക് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. കമ്മിറ്റി ഭാരവാഹികളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഗോപിനാഥ്, TR ചന്ദ്രൻ, KS വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കയ്പമംഗലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തർണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 11-നാണ് ഉത്സവം. ഗുരുവായൂർ ചാമുണ്ടേശ്വരി നളന്ദ കാളിയൻസും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നളന്ദ കാളിയൻസ് ഭാരവാഹികളായ KM മോഹൻ, AK ബാബു, രാജീവ് ചീരോത്ത, KK അനീഷ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീകൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. മേൽശാന്തി കുട്ടൻ ഏരിയക്കാടൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തിരൂർ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ തിരുപ്പിറവിയോട് ഉയർത്തെഴുന്നള്ളിപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കി. KCYMന്റെ നേതൃത്വത്തിലായിരുന്നു ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. ഫാദർ പോൾ പിണ്ടിയൻ, സഹവികാരി ഫാദർ ജിതിൻ നെല്ലക്കര, കൈകാരന്മാരായ ഫ്രാൻസിസ് ചിറ്റ്ലപ്പള്ളി, ലിയോ പോൾ പൂപ്പാടി, ചാർലി ആളൂർ എന്നിവർ നേതൃത്വം നൽകി. ടിപ്പു സുൽത്താനെതിരെ വിവാദ പ്രസ്താവനയുമായി ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും BJP നേതാവുമായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഏങ്ങണ്ടിയൂരിലെ പ്രശസ്ത ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ തറവാട്ടിലേക്കുള്ള വഴിക്ക് ടിപ്പു സുൽത്താന്റെ പേര് നൽകിയത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു പരാമർശം. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ LDF. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന BJPയെ അനുകൂലിക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ചാലക്കുടിയിൽ ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടിഞ്ഞു. ആക്രമണത്തിൽ രണ്ടാം പാപ്പ അഞ്ജിഷ്ണുവിന് പരിക്കേറ്റു. ശ്രീകോവിലിന്റെ മേൽക്കൂര തകർന്നു. തൃശൂർ ജയ ബേക്കറി ജംഗ്ഷനിൽ നിർത്തിയിട്ട കാറിൽ നിന്നും ഇലക്ഷൻ ഫയലിംഗ് സ്ക്വാഡ് 9 ലക്ഷം പിടികൂടി. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം പിടികൂടിയത്.
ഒല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോ ആവേശമായി. ബ്ലോക്ക് പ്രസിഡന്റുമാരായ വിജയകുമാർ, റിസൻ വർഗീസ്, ഡേവിസ് ചക്കാലക്കൽ, ഹരീഷ് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ വെങ്കിടങ്ങിൽ പര്യടനം നടത്തി. മണ്ഡലത്തിലെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിലെ പ്രമുഖരെയും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. ആളൂർ പൊരുന്നംകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ശ്രീകാന്ത് ഭട്ടതിരി, മേൽശാന്തി തപോവനം അനൂപ് ശർമ്മ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.